ലോകത്തെ അതിവിശിഷ്ടങ്ങളായ ഭക്ഷണങ്ങളുടെ പട്ടികയിൽപ്പെട്ടൊരു ഭക്ഷണത്തെക്കുറിച്ച് പറയാം. നമ്മളുടെ നാട്ടിലെ ഭക്ഷണം ഇഡ്ഡലി. ഇഡ്ഡലി ഈ വിശിഷ്ടമായ ഭക്ഷണങ്ങളുടെ പട്ടികയിൽപ്പെടാനുള്ള പ്രധാന കാരണം അതൊരു സമീകൃത സ്വഭാവമുള്ള ഭക്ഷണമാണെന്നുള്ളതാണ്. ഒരു ബാലൻസ് ഫുഡാണ്. കാർബോഹൈഡ്രേറ്റ്സും പ്രോട്ടീനും നമ്മളുടെ ഒരു ചർച്ചകളിലൊക്കെ, ഭക്ഷണ ചർച്ചകളിലൊക്കെ ഏറ്റവും പ്രധാനമായിട്ട് പങ്കുവയ്ക്കുന്നതാണ് കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീനൊക്കെ. കാർബോഹൈഡ്രേറ്റ്സ് കൂടുതലും പ്രോട്ടീൻ കുറവുമായിട്ടുള്ള ഭക്ഷണങ്ങളോട് പൊതുവേ വിമുഖതയാണ് ആരോഗ്യ പ്രവർത്തകർക്ക്, ആരോഗ്യരംഗത്തുള്ളവർക്ക്. ഇഡ്ഡലി ആ അർത്ഥത്തിൽ വളരെ സമ്പുഷ്ടമായ ഭക്ഷണമാണ്. 60-65% കാർബോഹൈഡ്രേറ്റ്സും 40% പ്രോട്ടീനുമുള്ളൊരു ഭക്ഷണമാണ്. അരിയാണ് പ്രധാന ഇൻഗ്രീഡിയൻറ്റ്. അത് കാർബോഹൈഡ്രേറ്റ്സ് ആണ്. മറ്റത് ഉഴുന്നാണ്. ഉഴുന്ന് എന്ന് പറയുന്നത് നമുക്കറിയാം പയറുവർഗ്ഗത്തിൽപ്പെട്ടതാണ്, പ്രോട്ടീൻ റിച്ചാണ്. ഈ ഒരു കോമ്പിനേഷനാണ് ഇഡ്ഡലിയുടെ സ്വീകാര്യതയ്ക്ക് പരമപ്രധാനമായിട്ടുള്ള ഫാക്ടർ. നമ്മുടെ പുട്ടും കടലയും തേങ്ങാപ്പീരും ഒക്കെ ഇതിനോടൊപ്പം വരുമെങ്കിലും ഇഡ്ഡലിയുടെ ഒരു ലോജിസ്റ്റിക് പോസിബിലിറ്റിയും കൂടെ ഇതിൻ്റെ കാരണമായിട്ട് ഭവിച്ചിട്ടുണ്ടാകാം എന്ന് തോന്നുന്നു. സമ്പുഷ്ടമായ ഭക്ഷണം തന്നെയാണ്, വളരെ സേഫാണ്. കാരണം മറ്റെല്ലാ ഭക്ഷണങ്ങളിലും അല്പം ഓയിൽ ചേർക്കുമ്പോൾ, എണ്ണ ചേർക്കുമ്പോൾ ഇഡ്ഡലിയിൽ ആ ഒരു പ്രശ്നമില്ല. ഓയിൽ തീരെയില്ല. മറ്റു രീതിയിലുള്ള യാതൊരു പ്രശ്നങ്ങളും ഇല്ലാത്ത ഒരു സേഫായിട്ടുള്ള ഭക്ഷണമാണ്. സ്റ്റൊമക്ക് ഫ്രണ്ട്ലിയാണ്, വളരെ സേഫാണ്, പ്രോട്ടീൻ റിച്ചാണ്, കാർബോഹൈഡ്രേറ്റ് സഫീഷ്യൻ്റ് ആയിട്ടുണ്ട്. ഇതിൻ്റെ ഞാൻ പറയാൻ പോകുന്ന വിഷയം കുറച്ചും കൂടെ ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് വ്യത്യസ്തമായ വിഷയമാണ്. നമ്മൾ ഇഡ്ഡലി സാധാരണ വീട്ടിലുണ്ടാക്കുന്നത് മാവ്, അരിയും ഉഴുന്നുമൊക്കെ വെള്ളത്തിലിട്ട് കുതിർത്തി അരച്ച് മാവ് ഉണ്ടാക്കിയിട്ട് വളരെ പരമ്പരാഗതമായ രീതിയിൽ സേഫായിട്ടാണ് ഉണ്ടാക്കാറ്. കുറച്ച് കാലങ്ങളായിട്ട് നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കുന്ന രീതികളിൽ വ്യത്യാസം വന്നിരിക്കുന്നു. ഇഡ്ഡലി മാവ് വീട്ടിലരയ്ക്കുന്ന ഒരു രീതി പൂർണ്ണമായിട്ടും ഇല്ലാതായി എന്ന് തന്നെ പറയാം. പല വീടുകളിലും വെറ്റ് ഗ്രൈൻഡറുകൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കപ്പെട്ട് കഴിഞ്ഞു. നമ്മൾ ഇഡ്ഡലി മാവ്, അത് ഇഡ്ഡലി ബാറ്റർ എന്ന് പറയുന്ന ഇഡ്ഡലി മാവ്, അരച്ച മാവ് കടകളിൽ നിന്ന് റെഡിമെയ്ഡ് പാക്കറ്റുകളിൽ വാങ്ങുന്നൊരു ശീലമായി ഇപ്പോൾ. വളരെ സൗകര്യമാണ്. രാത്രിയൊക്കെ നേരം വൈകി വീട്ടിലേക്ക് വരുന്ന ഒരു വീട്ടമ്മയ്ക്കോ അല്ലെങ്കിൽ ആൾക്കോ ഒരു പാക്കറ്റ് മാവ് വാങ്ങിപ്പോന്നു കഴിഞ്ഞാൽ കാലത്ത് ബ്രേക്ക്ഫാസ്റ്റിന് ഒരു ടെൻഷൻ അടിക്കേണ്ട. മറ്റേത് അരി വെള്ളത്തിലിട്ട് ഉഴുന്ന് വെള്ളത്തിലിട്ട് അരച്ച് വരുമ്പോഴത്തേക്ക് 2-3 മണിക്കൂർ അതിനുവേണ്ടി ചിലവാക്കാം. യാതൊരു പ്രശ്നവുമില്ല. വരുന്ന വഴിയിൽ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഒരു പാക്കറ്റ് മാവ് വാങ്ങിപ്പോന്നാൽ കാലത്ത് സുന്ദര ഇഡ്ഡലിയായി തേങ്ങ ചുട്ടി ചട്നി അരച്ച് കഴിഞ്ഞാൽ മനോഹരമായി സാമ്പാറോ എന്തുവേണമെങ്കിൽ കൂട്ടി കഴിക്കാം. പ്രശ്നം ഈ ഇഡ്ഡലി മാവുകൾ, റെഡിമെയ്ഡ് ഇഡ്ഡലി മാവുകളിൽ അതിൻ്റെ വില വെച്ച് നോക്കുമ്പോൾ നമുക്കറിയാം അതിൽ ഉഴുന്ന് ചേർക്കാൻ സാധ്യത തീരെയില്ല. ഉഴുന്ന് ചേർക്കുന്ന മാവുകളുണ്ടാകാം, പക്ഷേ പൊതുവേ അത്തരം മാവുകളിലൊന്നും ഉഴുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് വളരെ സേഫായിട്ടുള്ള ഫുഡാണ് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ കഴിക്കുമ്പോൾ ഇത് കഴിക്കുന്നത് കാർബോഹൈഡ്രേറ്റ്സ് മാത്രമായി പോകുന്നു. കാർബോഹൈഡ്രേറ്റ്സ് പ്രോട്ടീനും അത്യാവശ്യം നല്ല കോമ്പിനേഷനിൽ, ഈക്വലായിട്ടുള്ള കോമ്പിനേഷനിലുണ്ട് എന്നുള്ള ധാരണയിലാണ് നമ്മൾ ഇഡ്ഡലി ഡിപ്പെൻഡ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ വാങ്ങി ഉപയോഗിക്കുന്ന മാവിൽ ഉഴുന്ന് ഇല്ല എന്നുള്ളത്. അതിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ അരി വലിയ ബൾക്ക് പർച്ചേസ് നടത്തുമ്പോൾ 5-10 രൂപയ്ക്ക് 1 കിലോഗ്രാം അരി കിട്ടും. പക്ഷെ എന്ത് ബൾക്ക് പർച്ചേസ് നടത്തി കഴിഞ്ഞാലും ഉഴുന്നിൻ്റെ ഉൽപ്പാദനം കുറവാണ്. ഉഴുന്ന് പലപ്പോഴും അന്യ സംസ്ഥാനങ്ങളിൽ, രാജ്യങ്ങളിൽ നിന്ന് പോലും വരേണ്ട അവസ്ഥയാണ്. 100 രൂപയിൽ കുറഞ്ഞ് ഉഴുന്ന് 1 കിലോഗ്രാമിന് കിട്ടാൻ വലിയ പ്രയാസമായിരിക്കും. 100 രൂപ കിലോഗ്രാമിന് ഉഴുന്ന് വാങ്ങിയിട്ട് അത് അരിയുടെ കൂടെ അരച്ച് നമുക്ക് തരുമെന്നുള്ള മൗഢ്യ പ്രതീക്ഷ ഉണ്ടാവാതിരിക്കുന്നതല്ലേ നല്ലത്. അപ്പോൾ നിങ്ങളങ്ങനെ ഇത് വാങ്ങാതിരിക്കാൻ പറ്റില്ല. കാരണം പുതിയ കാലഘട്ടത്തിൽ എല്ലാവർക്കും സമയമില്ലാത്തൊരവസ്ഥയിൽ വാങ്ങാൻ പറ്റാത്ത സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഇഡ്ഡലി മാവുകൾ കടയിൽ നിന്ന് വാങ്ങുക തന്നെ വേണം. ശ്രദ്ധിക്കേണ്ട വിഷയം, ഇതിൽ ഉഴുന്ന് ഉണ്ടാകില്ല, പ്രോട്ടീൻ ഉണ്ടാവില്ല, കാർബോഹൈഡ്രേറ്റ്സ് 100% കാർബോഹൈഡ്രേറ്റ്സ് മാത്രമായിരിക്കും എന്ന് മനസ്സിലാക്കിയിട്ട് ഒരല്പം ഉഴുന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ട് അത് അരച്ച് ഇതിൻ്റെ കൂടെ ചേർക്കാനായിട്ടുള്ള ഒരു അഡീഷണൽ ചെറിയ ബുദ്ധിമുട്ടേ ഉള്ളതിന്. അതല്ലെങ്കിൽ നിങ്ങൾ നീണ്ട കാലത്തേക്ക് നിങ്ങളറിയാതെ വലിയ രീതിയിൽ കബളിപ്പിക്കപ്പെടും. നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങൾ കഴിക്കുന്ന ഇഡ്ഡലിയിലോ ദോശയിലോ ആവശ്യത്തിന് പ്രോട്ടീനും കൂടെ ഉണ്ടെന്നാണ്. പക്ഷേ കാലത്ത് തന്നെ നിങ്ങൾ 100% കാർബോഹൈഡ്രേറ്റ്സ് ആണ് അടിച്ചു കയറ്റുന്നത്. അത് ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഇഡ്ഡലിയൊക്കെ ശരിക്കും പരമ്പരാഗതത്തിൽ ഉണ്ടാക്കേണ്ടത് ശീല വിരിച്ചാണ്, തുണി വിരിച്ച് ഇഡ്ഡലി ചെമ്പിൽ തുണി വിരിച്ച് അതിന് മുകളിൽ ഒഴിച്ചാണ് പഴയ കാലത്തൊക്കെ ഉണ്ടാക്കിയിരുന്നത്. അല്പം പോലും ഓയിൽ തൊടാറില്ല. പക്ഷേ ഇപ്പോൾ പുതിയ ഇഡ്ഡലി ചെമ്പുകളിൽ എണ്ണയോ നെയ്യോ പുരട്ടാതെ നിങ്ങൾക്ക് ഇഡ്ഡലി ഉണ്ടാക്കാൻ കഴിയില്ല. അപ്പോൾ ഇഡ്ഡലിയുടെ സേഫ്റ്റി എന്ന് അവകാശപ്പെടുന്ന 2 കാര്യങ്ങൾ, ഒന്ന് ഓയിൽ തീരെ ചേർക്കാത്തതാണെന്നുള്ളത്, നിങ്ങൾ ഇഡ്ഡലി ചെമ്പിൽ തട്ടുകളിൽ ഓയിൽ ചേർത്ത് ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ അതില്ലാതാകുന്നു. 2, ഇഡ്ഡലിയുടെ മറ്റൊരു പ്രത്യേകത അതിൻ്റെ ഉഴുന്നും അരിയും എന്നുള്ള കോമ്പിനേഷൻ, കാർബോഹൈഡ്രേറ്റ്സും പ്രോട്ടീനും കലർന്ന ഒരു മനോഹരമായ സമ്പുഷ്ടമായ ഭക്ഷണമാണെന്നുള്ള ബോധം, ധാരണ
ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ വാങ്ങുന്ന പാക്കറ്റുകളിൽ അരിമാവ് മാത്രമാകാൻ സാധ്യതയുള്ളതുകൊണ്ട് അതും ഇല്ലാതാകുന്നു. നമ്മൾ വളരെയധികം വലിയ രീതിയിൽ കബളിപ്പിക്കപ്പെടുന്നു. ഒന്നുകിൽ വീട്ടിൽ വീണ്ടും അരച്ചു തുടങ്ങുക, അതിൽ മാവ് വാങ്ങുമ്പോൾ അല്പം ഉഴുന്നുകൂടെ അതിൽ ചേർക്കാൻ ശ്രമിക്കുക. ചെറിയ കാര്യമാണെന്ന് തോന്നാം, പക്ഷെ വലിയ കാര്യമാണ്. താങ്ക് യു.